മുറി ഉണ്ടോ ഇവിടെ? ഉണ്ട് സാർ. എന്നാ മിസ്റ്റർ പുഷ്കരൻ, നമുക്ക് ഇന്ന് ഇവിടെ താമസിച്ച് നാളെ വയനാട്ടിലേക്ക് പോവാം. ശരി സാർ. എന്നാ നിങ്ങൾ പോയി കുളിച്ച് ഊണൊക്കെ കഴിച്ചൊന്ന് വിശ്രമിക്കൂ. ശരി. നിന്റെ പല്ലുകടിയൊന്നും ഇവിടെ വെച്ച് വേണ്ട. കാട്ടിൽ വെച്ച് അതിനുള്ള സന്ദർഭം കിട്ടും. ദൈവം പോലും അറിയാതെ അവന്റെ കഥ കഴിക്കണം. അത്രയ്ക്കൊന്നും ക്ഷമിക്കാൻ പാത്രം ഒക്കുന്നില്ല കുഞ്ഞെ. മടയത്തരം കാണിക്കരുത്. ഞാൻ പറയുന്നത് പോലെ അങ്ങ് അനുസരിച്ചുകൊണ്ട. ഞാനൊരു കാര്യം ചെയ്തു. മതി എന്താ എന്റെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ കൈ വല്ലാതെ വിറച്ചിരുന്നത്. വിവാഹത്തിന് മുൻപ് എത്ര മൂച്ചടിച്ചാലും കൈ ഇങ്ങനെ കിട്ടിക്കിട്ടീന്ന് വിറക്കും. അതെന്താ ശീല അങ്ങനെ ഈ നമ്മുടെ മതിവിധു ആഘോഷ വേളയിൽ ഇങ്ങനെ ചോദിച്ചത്? ഒന്നുമില്ല. എന്തോ കൊണ്ട് പറയണം. അല്ല, മധു കോളേജിൽ പഠിക്കുന്ന കാലത്ത് വല്ല പെൺകുട്ടികളായിട്ട് പ്രേമമോ അടുപ്പമോ വല്ല വാക്ക് കൊടുക്കലോ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന്. എന്റെ ശീലേ, എന്തോ എന്റെ ജീവിതത്തിൽ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ആദ്യമായി തൊടുന്നത് നമ്മുടെ പ്രഥമ രാത്രിയായി. ഓ എന്റെ മധു, എന്റെ ഭാഗ്യം. എന്റെയും ഭാഗ്യം. അപ്പൊ ഞാനെന്ന് ചോദിക്കട്ടെ, ഷീല തെറ്റിദ്ധരിക്കരുത്. ഷീലയുടെ കോളേജ് ജീവിതത്തിൽ വല്ല അലവലാതി പ്രേമമോ മറ്റോ? കരയല്ല ഷീല. എന്റെ മധു, ഞാൻ ഇന്നുവരെ ഒരു പുരുഷൻ എന്റെ മുഖത്ത് നോക്കാൻ ഞാൻ ഇടം കൊടുത്തിട്ടില്ല. ഞാൻ ആദ്യമായി ഒരു പുരുഷനെ സ്പർശിക്കുന്നത് നമ്മുടെ ആദ്യ രാത്രിയിലാണ്. എനിക്ക് ജീവിതത്തിൽ കള്ളം പറയാനേ അറിഞ്ഞുകൂടാ. എന്നെ പോലെ ഇല്ലേ ശരു? അങ്ങനെ ആയിരിക്കണം എന്റെ ഭർത്താവായ മോഹനും. തീർച്ചയായും. അതായത് നമ്മുടെ കുടുംബജീവിതം തുറന്നിടപ്പെട്ട, അതായത് വിരിച്ചിടപ്പെട്ട ഒരു പുസ്തകം പോലെ ഇരിക്കണം. എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ചോദിച്ചോളൂ. എന്റെ പൊന്നു ശാരുവിന് ഈ മോഹൻ പറയും. മോഹൻ, എന്തോ? നമ്മുടെ കല്യാണത്തിന് മുൻപ് മോഹൻ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? ഉണ്ട്. എന്ത്? ആരാണവൾ? എന്റെ അമ്മ. എന്റെ ശാരു, ഈ വിവാഹം എന്ന് പറയുന്നത് സ്വർഗത്തെ മഹോത്സവമാണ്. അവിടെ കറ പറ്റാതെ കയറി വരുന്നവർ മഹാഭാഗ്യവാന്മാർ. എന്റെ ജീവിതത്തിൽ നിന്നെ അല്ലാതെ ഒരൊറ്റ പെണ്ണിനെ പോലും സ്വപ്നത്തിൽ പോലും ഞാൻ തീണ്ടിട്ടില്ല. ഇത് സത്യം, ഇത് സത്യം, ഇത് സത്യം. മോഹൻ, കോളേജിൽ പഠിക്കുമ്പം പലരും എന്നെ വല വീസാൻ ശ്രമിച്ചു. പക്ഷേ ഈ ശാരദ ഒന്ന് നോക്കിയാൽ പായൽ മാറുന്നത് പോലെയാണ് പുരുഷന്മാർ ഓടി മറയുന്നത്. എന്റെ കണ്ണുകൾക്ക് അത്ര ശക്തിയുണ്ട്. ധന്യൻ, ഞാൻ ധന്യൻ. അല്ല, നിങ്ങളെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ഓ, ഞങ്ങളുടെ ഫോട്ടോ സ്റ്റുഡിയോയിൽ ഒരിക്കലും ഒരു പെണ്ണുമായി ഫോട്ടോ എടുക്കാൻ വന്നു. എന്റെ സിസ്റ്റർ, എന്റെ പെങ്ങൾ അന്ന് ഫോട്ടോ എടുപ്പിക്കാൻ വന്നത്. എന്റെ പെങ്ങൾ. അല്ല, നിങ്ങൾ ഒരിക്കൽ മറ്റൊരാളുടെ കൂടെ ഫോട്ടോ എടുക്കാൻ വന്നില്ല? അതെ, എന്റെ ബ്രദറിന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വന്നതാ. അന്ന് സ്റ്റുഡിയോയിൽ കൂടെ വന്ന ആങ്ങളായിരുന്നു. അതെ, പോകണ്ടല്ലേ. പക്ഷികളോ ഉപ്പൻ കുരി ചെറിയ കുരി മഴക്കാലത്തിങ്ങനെ. മിസ്റ്റർ, ഡോണ്ട് ലുക്ക് അറ്റ് മൈ വൈഫ് ലൈക്ക് ദാറ്റ്. അവളെന്റെ ഭാര്യയാണ്. നിന്റെ ഭാര്യമാരില്ലേ? അല്ല, എന്താ ഇത് കുടിച്ചിറക്കുന്നത്? തോന്നുന്നു. എനിക്ക് കിറുക്കാണ് പെങ്ങളെ, ഞാൻ സമ്മതിച്ചു. പക്ഷേ അന്നത്തെ ചൂരൽ പ്രയോഗം മറന്നുപോയോ? കിറുക്കാണ്. സത്യം തുറന്നു പറയടി. നിനക്ക് ആൺലില്ലെന്നല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് പെങ്ങളില്ലാന്നല്ലേ പറഞ്ഞത്? ഏത് പെണ്ണിന്റെ കൂടെ പോയത്? എനിക്ക് ഇഷ്ടമുള്ള പെണ്ണിന്റെ കൂടെ പോകും. എനിക്ക് ഇഷ്ടമുള്ള ആണിന്റെ കൂടെ. ചൂരലിന്റെ കഥയല്ല. You children, your father children, your mother children, your whole family children. ചൂരിനെ പറ്റി ഒന്നും അറിഞ്ഞില്ല. ചൂരലിന്റെ കഥ ഞാൻ പറയാം. പിന്നെ
പിന്നെ ഇവര് രണ്ടുപേരും കൂടി ഞങ്ങളുടെ ഫോട്ടോ ഷൂട്ട് ഒരിക്കൽ ഫോട്ടോ എടുക്കാൻ വന്നു. അതായത് നിങ്ങൾ രണ്ടുപേരും വന്നതുപോലെ ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് മേക്കപ്പ് റൂമിനകത്ത് കയറി എന്തോ കുറച്ച് കശവിഷയൊക്കെ അവസാനങ്ങൾ പ്രയോഗം നടത്തേണ്ടി വന്നു. ഇതാണ് സംഭവം. ഏതായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കുക. വയനാട്ടിലെ ആദിവാസികളുടെ സങ്കേതത്തിലേക്ക് ഇവിടെ എത്ര മൈൽ കാണും? ഒരു 10-30 നാഴിക ദൂരം വരും സാർ. 10-30 നാഴികയോ? അവിടെ രാത്രി താമസിക്കാനൊക്കെ സൗകര്യമുണ്ട്? വല്ല മരക്കൊമ്പിലോ പാറക്കൂട്ടത്തിനിടയിലോ ഒക്കെ കഴിയേണ്ടി വരും. ധൈര്യം വേണം സാർ. സാറിന് കാര്യം ചെയ്യണം. 4-5 ദിവസത്തേക്ക് സാർ ഈ ടി വിയിൽ തന്നെ താമസിച്ചോളൂ. ഞങ്ങള് പോയി ഷൂട്ട് ചെയ്ത് 4 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നേക്കാം. എന്നാ ഞാൻ വീട്ടിൽ പോയി തിരിച്ചു വരുന്നല്ലേ നല്ലത്. എന്നാ പിന്നെ അതാണ് സാർ നല്ലത്. പാച്ചൻ, നിങ്ങള് ഒരുമിച്ചാണ് പോകേണ്ടി വരിക. അവൾ ഉറങ്ങിയെന്നാ തോന്നുന്നു. അവളുടെ മനസ്സ് മാറ്റാൻ വല്ല കൂടോത്രം ചെയ്താലോ? 2-3 ദിവസം പുഷ്കരനെ കാണാതിരിക്കുമ്പോ അവള് തന്നെ ആ കാര്യം ഒന്ന് മറക്കുമെന്ന്. പിന്നെ ഒരു കാര്യം, ഈ അപ്പുറത്തോട്ടുള്ള സർക്കിട്ടും ഈ ഫോട്ടോ എടുപ്പും ഒക്കെ നിർത്തിയാക്കണം. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഉടനെ കൊച്ചുമുതലാളിയെ കണ്ട് കുറച്ച് ദൂരെ എവിടെങ്കിലും കുറച്ച് സ്ഥലവും ഒരു വീടും കൂടെ എടുപ്പിക്കാൻ നോക്ക്. നന്ദി അപ്പു പറഞ്ഞാലുണ്ടല്ലോ, 4-ാം മുതലാളിയുടെ ബംഗ്ലാവിൽ നമ്മളെ കൊണ്ട് താമസിക്കും. എന്നാ ഉടനെ അത് ചെയ്യിക്കാൻ നോക്ക്. ശരി, കൊച്ചു മുതലാളി വരട്ടെ. പിന്നെ കാര്യങ്ങളൊക്കെ ഒപ്പിക്കാൻ ഞാൻ നോക്കാം. സ്നേഹമുള്ള പെണ്ണാളെ, ഞങ്ങൾ സസുഖം വയനാട്ടിലെത്തിച്ചേർന്നു. ഇവിടുത്തെ ടി വിയിൽ ഇരുന്നു കൊണ്ടാണ് ഈ കത്തെഴുതുന്നത്. പ്രതാപചന്ദ്രൻ സാർ എല്ലാ ജോലികളും എന്നെ ഏൽപ്പിച്ചുകൊണ്ട് നാട്ടിലേക്ക് പോയി. ഈ ടി വിക്ക് ചുറ്റും ദുഷ്ടമൃഗങ്ങളുടെ ശബ്ദം കേൾക്കാമെങ്കിലും പേടിക്കേണ്ട കാര്യമില്ല. കാരണം സ്വപ്നത്തിൽ എന്റെ നെഞ്ചിന് കഠാരി കുത്തിറക്കിയ പാച്ചൻ ചേട്ടൻ എന്റെ കൂട്ടിനുണ്ട്. ഞാൻ ആ മനുഷ്യനാണെന്ന് അത്രയും ഉപദ്രവിച്ചതിൽ ദുഃഖിക്കുന്നു. നീ ആ നല്ല മനുഷ്യനെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധരിച്ചുപോയി. എന്റെ കൂട്ടിനു വേണ്ടി, എന്റെ ജീവന്റെ തുണയ്ക്ക് വേണ്ടിയാണ് പാച്ചൻ ചേട്ടൻ എന്റെ കൂടെ താമസിക്കുന്നത്. നാളെ ഞങ്ങൾ ഒരുമിച്ചാണ് വയനാടൻ കരകളിലേക്ക് യാത്ര ആരംഭിക്കുന്നത്. നാട്ടിൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കും വരുന്നത്. നമ്മുടെ വിവാഹം കഴിഞ്ഞാൽ ഉടനെ തന്നെ പാച്ചൻ ചേട്ടനും ഒരു കല്യാണം നടത്തണം. അച്ഛനമ്മമാരോട് എന്റെ ക്ഷേമാന്വേഷണങ്ങൾ പറയുക എന്ന് സ്വന്തം പുഷ്കരൻ.